എന്തോ എവിടെയോ തകരാറ് പോലെ തോന്നിയ ഒരു ദിവസമായിരുന്നു. നല്ല തലവേദന, ക്ഷീണം, നടുവേദന. അന്ന് വൈകിട്ട് ദൃശ്യം 3 കാണാൻ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാതിരിക്കാൻ തോന്നിയില്ല. തലവേദനയൊക്കെ ഒരു സൈഡാക്കി ഒരു പാരസെറ്റാമോളും കഴിച്ച് ഷോ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും വീണ്ടും തലവേദന കലശലായി വന്നു. കണ്ണ് തുറക്കാനോ അടയ്ക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ നല്ല തലവേദന. എന്തായാലും ക്ലൈമാക്സ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ലല്ലോ. ഷോ എല്ലാം കഴിഞ്ഞ് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി ഓക്കെ ആയിരുന്നു. വരുന്ന വഴിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നും വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചത് എനിക്ക് എന്നും വരാറുള്ള മൈഗ്രെയിൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ വേദനയും ഈ വേദനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. അതല്ല എന്ന് ഞാൻ തന്നെ ഉറപ്പിച്ചു. എന്നാലും ആ ദിവസം കടന്നുപോയി. രാവിലെ ആയപ്പോഴത്തേക്ക് ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് അന്ന് പോയിട്ട് തിരിച്ച് വന്ന് ചൂരി വെക്കാൻ നോക്കിയപ്പം കൈയുടെ റിസ്റ്റിലൊരു ചെറിയൊരു കുമിള. തലേന്ന് എനിക്ക് നന്നായിട്ട് നമ്മുടെ കൈയുടെ പുറകുവശം നന്നായിട്ട് ചൊറിഞ്ഞു വന്നു. ഞാൻ വിചാരിച്ചത് അവിടെ നിന്ന് തന്നെ കൊതുക് കുത്തിയതായിരിക്കും എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ തിയേറ്ററിൽ ഇത്രയും കൊതുകോ എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേന്നത്തെ ആ ബബിളൂടെ കണ്ടു കഴിഞ്ഞപ്പം ഉറപ്പിച്ചു ഇതെന്തോ സംതിങ് റോങ് ആണെന്ന്. എന്താണെന്ന് പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ഊഹമില്ലായിരുന്നു. ഞാനിങ്ങനെ ചിക്കൻ ബോക്സ് വന്ന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. ഈ ബബിളൊക്കെ പൊറ്റയൊക്കെ ഇളകി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇതുപോലെ ലൈവായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആരെയും. വീട്ടിലാർക്കും ഇതുവരെ വന്നിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഏട്ടനെ കാണിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതൊന്നും ആയിരിക്കത്തില്ല, എന്തുവാന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഞാൻ ചോദിച്ചു ചിക്കൻ ബോക്സ് വല്ലതാണ്, ഇതുപോലെ ആയിരിക്കുമോ ചിക്കൻ ബോക്സ് വരുന്നത്, ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ചു. ഇതൊന്നും അല്ലെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പോയി. പിറ്റേന്നായപ്പം വയറ്റത്ത് ചെറുതായിട്ടൊരു ബബിൾ, അതിനെക്കാട്ടിലും ചെറുതായിട്ട് ഒരു കുമിള പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇതായിരിക്കുമോ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കണ്ടു തുടങ്ങി. നല്ല വെള്ളത്തുള്ളി നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ തോന്നുന്ന പോലെ ബബിൾസ് വന്നു. അപ്പം ഏകദേശം ഏട്ടന് ഉറപ്പിച്ചു ആയിരിക്കാം എന്ന്. ഏട്ടന് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചിക്കൻ ബോക്സ് ആണ്, വേറെ മാറിക്കോ, കുഞ്ഞിനെ ഫീഡ് ചെയ്യും. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് ഞാൻ ഫീഡ് ചെയ്തില്ല. ഐസൊലേഷൻ ഒന്നും പ്രാക്ടിക്കൽ അല്ലായിരുന്നു. കാരണം നമ്മളിവിടെ 1 BHKയിലായിരുന്നു. അതുകൊണ്ട് അത് പ്രാക്ടിക്കലല്ല. ബാക്കിയൊക്കെ നോക്കി. പിന്നെ ഡോക്ടർ കുറേ ആൻറ്റിവൈറൽ ടാബ്ലറ്റ്, കാൽപോൾ, വൈറ്റമിൻ്റെ ടാബ്ലറ്റൊക്കെ തന്നു. കലാമിൻ ലോഷൻ, ക്രീമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സമയത്ത് ഫുഡ് കഴിക്കുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ഒരു ഭാഗ്യമുള്ളത് എൻ്റെ മുഖത്ത് അധികം വന്നില്ല. ഇതുപോലെ വന്നിട്ട് അതുപോലെ അങ്ങ് പോയി. എന്തോ ഭാഗ്യം. ദിവസം 2-3 നേരം കുളിക്കുക, അതുപോലെ തന്നെ അന്നുള്ള ഡ്രസ്സുകൾ കഴുകുക, ബെഡ്ഷീറ്റൊക്കെ കഴുകി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. കറക്റ്റായിട്ട് ടാബ്ലറ്റ് കഴിച്ചു, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു. ഇതൊക്കെയാണ് ഞാൻ എടുത്ത കെയർ എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് മുഖത്ത് വന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ദിവസം ഇങ്ങനെ നോക്കും, ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. മുഖത്ത് വരാത്തതും കൂടെ തലയിൽ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണ തേച്ചില്ല, പേടിച്ചിട്ട് ഇനി എന്തെങ്കിലും അതിന് പിമ്പിൾസിന് എന്തെങ്കിലും പറ്റുമോ എന്ന് വെച്ചിട്ട്. അതുകൊണ്ട് നല്ല ഉടക്കായിരുന്നു. നല്ലപോലെ തലയിലും വന്നു. അതായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ട്. തല ചീകാനായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ സെറ്റായി. പിന്നെ ഇങ്ങനെ ഓരോന്ന് ക്ലോസപ്പ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു എന്തായി എൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ സമയാസമയത്ത് ചായ, സ്നാക്സ്, അതുപോലെ തന്നെ മോരും വെള്ളം, പാലും വെള്ളം, സാലഡ്, ഇതൊക്കെ കൃത്യമായിട്ട് എനിക്ക് എത്തുന്നുണ്ടായിരുന്നു. എല്ലാ ഏട്ടൻ്റെ റെസിപ്പികളൊക്കെ ആയിരുന്നു. പിന്നെ ചുമ്മാ ഇരുന്ന സമയത്ത് ഇതുപോലെ സെൻറ്റാങ്കിളിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങി അപ്പോഴാണ്. അപ്പോൾ ഒന്ന് വരച്ച് നോക്കാൻ തോന്നി. ചുമ്മാ ഒന്ന് റഫായിട്ട് വരച്ച് നോക്കി. ഒരു 14 ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യം മോൾക്കും വന്നു. മോൾക്ക് നല്ല സിവിയറായിട്ട് വന്നു. നല്ല പോലെ ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആൻറ്റിവൈറൽ മരുന്നൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനായിരിക്കും. അതുപോലെ തന്നെ പോവാനും ചെയ്ത്. അത് കഴിഞ്ഞ് 3 ദിവസമായപ്പം മോനും വന്നു. അവന് വന്നതാണ് കുറച്ചുകൂടെ എനിക്ക് പ്രയാസമായത്. അവനറിയത്തില്ലല്ലോ പറയാൻ. എനിക്ക് വേദനിക്കുന്നതെന്ന് പറയാൻ അറിയത്തില്ല, ചൊറിയുന്നതെന്ന് പറയാൻ അറിയത്തില്ല. അങ്ങനെ അവനും ഇരുന്നു ഒരാഴ്ചത്തോളം അവനും കുറേ കഷ്ടപ്പെട്ടു.
അങ്ങനെ ഇപ്പം എല്ലാം ഓക്കെ ആയി. ഒരു മാസത്തും കൊണ്ട് ഞങ്ങൾ ജയിൽ പോലെ ഒരു റൂമിനകത്ത് തന്നെ കിടക്കുകയാണ്. ഇനി ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റൊക്കെ ആവണം, മൈൻഡൊന്ന് റിഫ്രഷ് ആക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചിക്കൻ ബോക്സ് ജേണി. അപ്പം തുടക്കത്തിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ വ്ളോഗിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇതിൽ നന്നാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇതുവരെ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. വീണ്ടും ഒരു നല്ല വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ, സീ യു.